ടൊയോട്ട എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ബീസ്റ്റ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളാണ് ടൊയോട്ട ഫോർച്യൂണർ, ഒരു SUV പറയുന്നത്. ഇന്നത്തെ വീട്ടിൽ നമ്മൾ കൊടുക്കുന്ന ടൊയോട്ട ഫോർച്യൂണറിൻ്റെ 3 സെയിലായിട്ട് കൊടുക്കുന്ന വാഹനങ്ങളാണ്. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുന്നുണ്ട്. എല്ലാവർക്കും നമ്മളെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്ന 3 ടൊയോട്ട ഫോർച്യൂണർ ഉള്ളത്. 2 ഫോർച്യൂണർ അവിടെ കിടക്കുന്നുണ്ട്, ഒരു ഫോർച്യൂണർ ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് ലെജൻഡറാണ്, ഒറിജിനൽ ലെജൻഡർ 2023 മോഡൽ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡറാണ്. ഇത് ഏകദേശം 46,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. അതുപോലെ തന്നെ ഇത് 4x4 മോഡൽ വന്നുള്ളത്, ഓട്ടോമാറ്റിക്. അവിടെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു വാഹനമാണ് ഈ ടൊയോട്ട ഫോർച്യൂണർ ലെജൻഡർ പറയുന്നത്. അപ്പോൾ സാധാരണ ഫോർച്യൂണർ കമ്പയർ ചെയ്യുമ്പോൾ പുതിയൊരു ക്യൂട്ട് ഡിസൈനാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ലെക്സസ് ഇൻസ്പയർഡ് ഒരു ഡിസൈനാണ് ഈ വാഹനം വന്നുള്ളത്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, LED പ്രൊജക്റ്റഡ് ലാമ്പാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. DRM താഴെ കൊടുത്തിട്ടുണ്ട്, ഫോഗ് ലാമ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർക്ക് സെൻസേഴ്സും ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഇത് അപ്പർ ഗ്രില്ലിൽ ചെറുതും ലോവർ ഗ്രില്ലിൽ വലുതുമായിട്ടാണ് ഈ ഡിസൈൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ ഒരു ഐബ്രോ പോർഷൻ പോലെ കൊടുത്തിട്ടുള്ളത്. അതിലൊരു ഭംഗി നമ്മൾ ഹെഡ് ലാമ്പും ആ ഒരു ചേർന്ന കമ്പനിയുടെ ഒരു ഭംഗി നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഒരു സ്പോർട്ടി ഫീൽ കൊടുക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ ടയേഴ്സ് പുതിയ ടയേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 80 ടയേഴ്സ്, അതായത് ഓൾ ടെറൈൻ ടയേഴ്സാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ വീൽസ് നോക്കുമ്പോൾ അലോയ് വീൽസാണ് കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 18 ഇഞ്ച് അലോയ് വീൽസ് ഈ വാഹനത്തിൽ വന്നുള്ളത്. 4x4 അലോയ് വീൽ അതിൽ കൊടുത്തുള്ളത്. 2 വീൽ ഡ്രൈവ് ആകുമ്പോൾ നമുക്ക് അലോയ് മാറും, വേറെ ഡിസൈനായിരിക്കും. ഇത് ഡുവൽ ടോൺ കളറിൽ കൊടുത്തുള്ളത്. ഭയങ്കര സ്പോർട്ടി ഫീൽ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തുള്ളത്. അതുപോലെ ടൊയോട്ട ലോഗും അവിടെ കൊടുത്തിട്ടുണ്ട്. SUV ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഫുഡ് സ്റ്റെപ്പ്, ഈ ഫുഡ് സ്റ്റെപ്പ് കൂടുതൽ കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള വാഹനമാണ്, ഒരു SUV ആണ്. അപ്പോൾ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയാണ് ഇതിൽ ഫുഡ് സ്റ്റെപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് യൂസ്ഫുൾ ആണ്, കാരണം പ്രായമുള്ള ആർക്കൊക്കെ കയറുമ്പോൾ യൂസ്ഫുൾ ഒരു കാര്യമാണ് ആ ഒരു ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീല ബാക്കിൽ വന്നുള്ളത്, ന്യൂ ടയേഴ്സാണ് ബാക്കിലും യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, ഫ്രണ്ട് 18 ഇഞ്ച് അലോയിൽസ് ബാക്കിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓളത്തിൻ്റെ ബാക്ക് പ്രൊഫൈൽ എന്നുള്ളത്. ബാക്ക് ബമ്പറും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു L ഷേപ്പിൽ ഡിസൈനാണ് ബമ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ലെജൻഡറിൻ്റെ L അവിടെ കൊടുത്തിട്ടുള്ളത്. ടൈലാമ്പ് സ്പ്ലിറ്റഡ് ആയിട്ട് ടൈലാമ്പ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടൈൽ കെട്ടി കയറി നിൽക്കുന്ന രീതിയിലാണ് ടൈലാമ്പ് വന്നിട്ടുള്ളത്. അതിന് ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോർമൽ ഫോർച്യൂണറിൽ ക്രോമാണെങ്കിൽ ഇത് ബ്ലാക്ക് ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ലെജൻഡറിന് ബ്ലാക്ക് ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് ടൊയോട്ട ഫോർച്യൂണറിനും. അപ്പോൾ നോർമൽ ഫോർച്യൂണറിൽ ഇത് ക്രോം പ്ലേറ്റിലാണ്, പക്ഷേ ഇതിൽ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ റിവേഴ്സ് ക്യാമറ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് ക്യാമറ എന്നുള്ളത് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ കൊടുത്തത്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമുക്കിത് കീയിൽ ഓപ്പൺ ആക്കാൻ, കാല് സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ടും ഓപ്പൺ ആക്കാൻ സാധിക്കും. ഒരു ബൂട്ട് സ്പേസ് നമുക്ക് ഇങ്ങനെ ചെറിയൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ കൊടുത്തത്. ഈ ഒരു ലിവർ പുള്ളി നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് സീറ്റ് ഫോൾഡ് ചെയ്യണത്. ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് നമുക്ക് ചെയ്തിട്ട് സീറ്റ് നമുക്ക് ഇവിടെ കെട്ടി വെക്കാൻ പറ്റും. ആ രീതിയിലാണ് ടൊയോട്ട ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് തിരിച്ചു വലിക്കാൻ സിമ്പിളാണ്, റിക്ലൈൻ ചെയ്യാനും ഭയങ്കര യൂസ്ഫുള്ളായ കാര്യം കൊടുത്തത്. ഇതിൻ്റെ സ്പെയർ വീൽ എന്നുള്ള താഴെയാണ്, താഴെ ഇതിൻ്റെ സ്പെയർ വീല് കൊടുത്തുള്ളത്. നമുക്ക് 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പറഞ്ഞ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫോർച്യൂണർ. ഇത് 2019 മോഡൽ 2 വീൽ ഡ്രൈവ് മാനുവൽ വണ്ടിയാണ്. 4x4 വാഹനമാണ് വന്നിട്ടുള്ളത്. ഇത് സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം കൂടിയാണ് ഇത് വാഹനം. കാരണം ഇതാണ് ലാസ്റ്റ് മോഡൽ, 2020 ലാസ്റ്റ് മോഡലാണ് ഈ മോഡൽ. 2020 ശേഷമാണ് ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുള്ളത്. 20 മുതൽ ആ ഒരു ഡിസൈനാണ് വാഹനം ഇറക്കിയിട്ടുള്ളത് ഫോർച്യൂണർ. കാരണം വണ്ടി ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ഒരുപാട് ക്രോം ട്രീറ്റ്മെൻറ്റിലൊരു ഫ്രണ്ട് പ്രൊഫൈൽ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ വലിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രില്ല്, അപ്പർ ഗ്രില്ല് വലുതും ലോവർ ഗ്രില്ല് ചെറുതുമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആഡ് ഓൺസ് കുറേ ചെയ്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ സസ്പെൻഷൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ ചെയ്തൊരു വണ്ടിയാണ് ഇത്. പിന്നെ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ ഡാറ്റ റണ്ണിങ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. LED പ്രൊജക്റ്റഡ് ലാമ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, അതും LED ആണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഫോർച്യൂണർ. ഇത് 2019 മോഡൽ 2 വീൽ ഡ്രൈവ് മാനുവൽ വണ്ടിയാണ്. ഏകദേശം 59,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ്. ഇത് ലാസ്റ്റ് മോഡലാണ്. 2020 ശേഷം ഈ ഒരു ഡിസൈനാണ് ടൊയോട്ട ഫോർച്യൂണർ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ഒരുപാട് ക്രോം ട്രീറ്റ്മെൻറ്റുള്ളൊരു ഫ്രണ്ട് പ്രൊഫൈൽ ഈ വാഹനത്തിൽ വന്നുള്ളത്. ലോഗോ ആയാലും ഗ്രില്ലായാലും ഒരുപാട് വാഹനം ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹെഡ് ലാമ്പ് നോക്കുകയാണെങ്കിൽ LED പ്രൊജക്റ്റ് ലാമ്പാണ് ഈ വാഹനത്തിൽ കൊടുത്തത്. ഡാറ്റ റണ്ണിങ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഡോട്ട്സാണ് ഡാറ്റ റണ്ണിങ് ലാമ്പായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും നമുക്കൊരു ക്രോം ട്രീറ്റ്മെൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് ആക്സസറീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ ഒരു 360 ഡിഗ്രി ക്യാമറ എന്ന് പറഞ്ഞത്. എൻ്റെ വിഷയം എന്താണ് ഇന്ത്യയിൽ നിന്ന് കാണിക്കാൻ പോകുന്നതാണ്. നേരെ നീ ടയർ നോക്കുകയാണെങ്കിൽ
17 ഇഞ്ച് ടയേഴ്സ് കൊടുത്തത്, 2 വീൽ ഡ്രൈവിൻ്റെ ടയേഴ്സ് വന്നിട്ടുള്ളത്. ഇത് 6 സ്പോക്കാണ് ഇതിൻ്റെ അലോയ് വന്നിട്ടുണ്ട്. അതിൽ ടോട്ടൽ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ന്യൂ ടയേഴ്സാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറയുടെ ഒരു ക്യാമറ വിഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താണ് ഒരു ക്യാമറ. പിന്നെ ഫ്രണ്ടിൽ വരുന്ന സെയിം വീലാണ് ബാക്കിലും വന്നിട്ടുള്ളത്. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഒരു വാഹനത്തിൽ വന്നിട്ടില്ല. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ ആയാലും ഇൻറ്റീരിയർ ആയാലും മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. ഇത് സ്പ്ലിറ്റഡ് ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് ഇതിൽ വന്നുള്ളത്. നമ്മുടെ ടെയിൽ ഗേലിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഫെൻഡറിലോട്ട് കയറി നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. 2 സ്പ്ലിറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത്. ടൊയോട്ട ഫോർച്യൂണർ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ആയിട്ട് ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രിയുടെ 2 ക്യാമറയാണ് വന്നത്. അതിൽ ഒന്ന് റിവേഴ്സ് ക്യാമറയും ഒന്ന് വൈഡ് ആയിട്ടുള്ള 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വിഷയമാണ് അവിടെയും കൊടുത്തിട്ടുള്ളത്. അതിന് ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. സ്റ്റാപ്പ് ലാമ്പ്, ഒരു ഷാർക്ക് ആൻറ്റിനെയും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കഫ് പ്ലേറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് അവിടെ. ഈ യൂസ്ഫുൾ എന്താ വെച്ചാൽ നമ്മൾ ട്രോളി പോലത്തെ ബാഗ് ചെയ്യുമ്പോൾ അവിടെ സ്ക്രാച്ച് ആയിരിക്കാനാണ് ഈ ഒരു സ്കഫ് പ്ലേറ്റ് ആഡ് ഓൺ ചെയ്യുന്നത്. ഇലക്ട്രിക് ഓപ്പണിൻ്റെ ടെയിൽ ഗേറ്റാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ആണ് വന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ കാണുന്ന പോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ലിവർ പ്രസ് ചെയ്ത് നമുക്ക് സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അല്ല മാനുവലും കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രിക്കും ചെയ്യാം. 1 ടച്ച് ആയിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഇതിൽ സസ്പെൻഷൻ വേറെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. അത് ഇവിടെ എനിക്കാണ് ചെയിൻ്റെ ഒരു സസ്പെൻഷൻ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. 2 സൈഡിലും സസ്പെൻഷൻ ചെയ്യാം. അത്യാവശ്യം നല്ല സ്റ്റെബിലിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബോർഡറിലും കാര്യങ്ങളും കുറയും ചെയ്യും. അതുകൊണ്ട് ഇതിൻ്റെ യൂസ്ഫുൾ എന്താ സസ്പെൻഷൻ യൂസ്ഫുൾ പറയുന്നത്. അതിൻ്റെ കൺട്രോൾസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിൽ അതിൻ്റെ കൺട്രോൾസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ആഡ് ഓൺ ചെയ്തത് പറഞ്ഞു. അതിൻ്റെ വിഷ്വൽസ് നോക്കി നോക്കാം. ഇതാണോ അതിൻ്റെ വിഷ്വൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ലാസ്റ്റത്തെ ഫോർച്യൂണർ വന്നിട്ടുള്ളത്. ഇത് 2023 മോഡലാണ്. 2 വീൽ ഡ്രൈവ്. ഇതിൽ ഏറ്റവും വലിയ ടിസ്റ്റ് എന്നതിൽ വെറും 9,000 കിലോമീറ്ററോടെ ഒരു വണ്ടിയാണ്. ലോ കിലോമീറ്റർ വണ്ടി. കേരളത്തിൽ ഏറ്റവും ലോ കിലോമീറ്റർ വണ്ടി എവിടെയും കാണാൻ സാധിക്കില്ല. അത് നമ്മളുള്ളത് PSE കാർസിലാണ്. ഇത്ര ലോങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള അതിനോട് ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഫോർച്യൂണർ ഒരു വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ടൊയോട്ടയുടെ വലിയൊരു ലോഗും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്പർ ഗില്ല് വലുതും ലോവർ ഗില്ല് ചെറുതാണ് കൊടുത്തിട്ടുള്ളത്. ഫുള്ള് ബ്ലാക്ക് ഫിനിഷാണ് ഗ്രിൽ യൂണിറ്റ് ഡിസൈൻ ഉള്ളത്. അതിൽ ഈ ഒരു ഐബ്രോ പാഷൻ മാത്രം ക്രോം ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. അതിൽ ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ബ്ലാക്കും ക്രോമും കൂടി ചെയ്താൽ ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് നൽകും. താഴെ അതിൻ്റെ ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു ഹൗസിങ് കൊടുത്തില്ല, പ്രീമിയം ലുക്ക് ആക്കിയിട്ട്. ഈ ഒരു ഭാഗം ശ്രദ്ധിച്ചോ, ഇവിടുന്ന് കണക്റ്റഡ് ആയി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഹൗസിങ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫോഗ് ലാമ്പ് പാർക്കിംഗ് സെൻസറും കൊടുത്തത്. ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതാണ് ഓരോ സൈഡ് പ്രൊഫൈൽ കൊടുത്തത്. 2 വീൽ ഡ്രൈവ് ആണ്. നമ്മൾ 2 വീൽ ഡ്രൈവിലും 4 വീലും അലോയിൽ ഡിഫറൻസ് ആയിരിക്കും. കാരണം അതിൻ്റെ അലോയ് വേറെയാണ്, 4 വീലിൻ്റെ അലോയ് വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് പുതിയ ടയേഴ്സാണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ ഫുള്ള് പുതിയ ടയേഴ്സ് നമുക്ക് യൂസ് ചെയ്തെന്ന് അറിയാൻ സാധിക്കും. അത്രയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ ഒരു വീല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. 17 ഇഞ്ച് അലോയ് വീൽസാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 6 സ്പോക്കാണ് അതിൻ്റെ അലോയ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡുവൽ ടോൺ കളറാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് ടൊയോട്ട ലോഗോ കാണാൻ സാധിക്കും. ഫോർച്യൂണറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ ഒരു മസ്കുലർ ഫീലും ആ ഒരു റൈഡിങ് കംഫർട്ടും വേറൊരു വാഹനം സാധിക്കില്ല. ആ ഒരു ഫീലാണ് നമുക്ക് ഫോർച്യൂണർ യൂസ് ചെയ്യുന്നത് മനസ്സിലാവുക. കാരണം ഒരു കമാൻഡിങ് പൊസിഷനിൽ ഉണ്ടോ ഇന്നൊരു ഡ്രൈവിന് ഫീലായിരിക്കും നമുക്ക് ആ ടൊയോട്ട ഫോർച്യൂണർ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാവുക. പിന്നെ ക്രോം ട്രീറ്റ്മെൻറ്റ് ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത്. ഇത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്താണ് ഈ ഒരു പോർഷൻ. ഇത് സ്റ്റോക്ക് വരണമെങ്കിൽ ഇത് എക്സ്ട്രാ ചെയ്തിട്ടുള്ള പോർഷനാണ്. ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലൊരു ടൊയോട്ട ഫോർച്യൂണർ ബാഡ്ജും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പ്രൊഫൈൽ വന്നത്. ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിൽ വന്നുള്ളത്. 17 ഇഞ്ച് 2 വീൽ ഡ്രൈവിൻ്റെ സ്പ്ലിറ്റഡ് അല്ല ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വീലർജി കയറുന്ന രീതിയിലും കൊടുത്തിട്ടുണ്ട്. കണ്ടോ നമ്മൾ സെയിം പ്രൊഫൈലാണ് ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. ടൊയോട്ട ഫോർച്യൂണർ ബാഡ്ജിങ്, പിന്നെ റിവേഴ്സ് ക്യാമറ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനം കൂടിയാണ് ഈ 3 വണ്ടികൾ. ഭയങ്കര യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ തീരെ ഡള്ളായിട്ടും കൂടിയില്ല. വണ്ടിയുടെ ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആണെങ്കിലും. ജസ്റ്റ് ഇൻറ്റീരിയർ കാണിച്ചറിയാൻ വേണ്ടിയില്ല. തീരെ ഡള്ളും കൂടെ ആയില്ല ഇൻറ്റീരിയർ. കാരണം നമ്മൾ എത്ര യൂസ് ചെയ്ത വാഹനമാണെങ്കിലും ഈ ഒരു സ്റ്റിയറിംഗ് വീല് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ആ വണ്ടിയുടെ യൂസ്നെസ് എങ്ങനെയാണെന്ന്. കാരണം അത്രയും ക്ലീൻ ആയിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതിൻ്റെ ഓണർ.
തീരെ ഡള്ളും കൂടെ ആയിട്ടില്ല ഇന്ത്യ. അത്രയും ഭയങ്കര നീറ്റാണ് വാഹനം. ഒരു ന്യൂ കാറിൻ്റെ ഫീൽ നമുക്ക് ലഭിക്കും ഈ ഒരു വാഹനത്തിനുള്ളിൽ. കേട്ടോ, ആൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനുള്ളിലാണ് ആ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 2 കപ്പ് ഹോൾഡർ നമുക്കുണ്ട് ക്ലോസ് ചെയ്തേക്കാം. അതുപോലെ തന്നെ 9,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞു. ജസ്റ്റ് കാണിച്ചു തരാം എത്ര കിലോമീറ്റർ ഓടിയെന്ന്. കണ്ട, 9,454 കിലോമീറ്റർ. ഇത്രയും ലോ കിലോമീറ്റർ വണ്ടി കേരളത്തിൽ ഒരു ഷോറൂമിൽ കാണാൻ സാധിക്കില്ല. അതുപോലത്തെ ഒരു മുതലാണ് എനിക്ക് എടുക്കുന്നത്. ലെജൻഡറിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഡള്ളും കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല കേട്ടോ. അത്രയും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് വാഹനം യൂസ് ചെയ്തത്. ഒരു പുതിയ വണ്ടിയുടെ ഫീൽ നമുക്ക് ലഭിക്കും. ഇതാണ് കീ വന്നിട്ടുള്ളത്, ലോക്ക് അൺലോക്ക്, പിന്നെ ബൂട്ട് സ്പേസിൻ്റെ കീ, നോർമൽ കീ, പിന്നെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടും ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. ഫോൺ മേടിച്ച് നമുക്ക് ഓട്ടോമാറ്റിക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇത് കപ്പ് ഹോൾഡേഴ്സാണ് വന്നിട്ടുള്ളത്. ഇത് 4 വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾസ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. 2H 4H അതുപോലെ 4L 4 ലോ എന്നാണ് ഇതിന് യൂസ് ചെയ്യുക ഈ ഒരു വാഹനത്തിന്. പിന്നെ ഇത് ഡ്രൈവ് മോഡ്സാണ് കൊടുത്തിട്ടുള്ളത്. എക്കോ, നോർമൽ, സ്പോർട്ട്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡും നോക്കുകയാണെങ്കിലും ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് കൊടുത്തിട്ടുള്ളത്. ഡള്ളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല. ഒരു ഫ്രഷ് വാഹനം ഷോറൂമിൽ നിന്ന് എടുക്കും, ആ രീതിയിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കാൻ സാധിക്കും. അമ്മാതിരി ഒരു വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. 2019 മോഡലിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് കൊടുത്തിട്ടുള്ളത്. വാഹനം ഏത് പോർഷൻ നോക്കിയാലും നമുക്കൊരു ഫ്രഷ് വാഹനം ഇങ്ങനെ ഷോറൂം കണ്ടീഷനിലെ വാഹനം കൂടിയാണ് ഈ ഒരു ടൊയോട്ട ഫോർച്യൂണർ. ഒരു 3 ഫോർച്യൂണറും. അപ്പോൾ ഈ 3 ഫോർച്യൂണർ ഡീറ്റെയിൽസ് കാര്യമൊക്കെ നമ്മൾ കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് അവരെ കോൺടാക്ട് ചെയ്യുക. ഷോറൂമിൽ ലൊക്കേഷൻ വരുന്നതും താഴെ കൊടുത്തിട്ടുണ്ട്.